എടാ കൊച്ചു തമ്പി, വെറുതെ വലിച്ചു നിന്റെ കൈവെള്ളയിലെ തുണികളെയാന്നല്ലാതെ യാതൊരു ഫലവുമില്ല. ഇത് പാലത്തറയിലെ കൊമ്പന. ഇവനെ ഒരു ഇഞ്ച് അനക്കാൻ നീയല്ല നിന്റെ ചേട്ടൻ സാക്ഷാൽ മാടശ്ശേരി തമ്പി വന്നപ്പോൾ സാധിക്കില്ലടാ. എടോ പാലുണ്ണി, വീമ്പ് പറയാനത് കോന്തനും സാധിക്കും. അതെ, നിന്നെ നിന്റെ അവിഞ്ഞ ആനെ മാടശ്ശേരിയിലെ ചുണക്കുട്ടന്മാർ വലിച്ചു തോപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് മാടശ്ശേരി കൊച്ചു തമ്പി എന്നല്ലടാ. ആ എന്നാ വലിയടാ. എടാ കൊച്ചു തമ്പി, തോൽവി സമ്മതിച്ചേരെ. ഉത്സവത്തിനുള്ള കൊടിമരം പാലത്തറ കൊമ്പൻ തന്നെ കൊണ്ടുവരും. എടാ ശ്രീധരനുണ്ണി, നിന്റെ ഈ കുഴിയാനെ കൊണ്ട് ഉത്സവത്തിനുള്ള കൊടിമരം തൊടാൻ പോലും ഞങ്ങൾ സമ്മതിക്കല. കൊടിമരം കൊണ്ടുവരാൻ കൈക്കരുത്തുള്ള ആമ്പിള്ളേര് മാനശ്ശേരിയിലുണ്ടാ തെണ്ടി. അത്രയ്ക്ക് കരുത്തുണ്ടെങ്കിൽ വലിച്ചു തോപ്പിക്കടാ ചെത്തെ. വലിച്ചു തോപ്പിക്കൂടാ. എല്ലാവരും ഓരോ പഴം കഴിക്കൂ. പഴമെടുക്കേണ്ട പ്ലാനാണ്. പഴക്കൊല കൊണ്ടുവന്നിരിക്കുന്നു. പഴക്കൊല മാറ്റാൻ വേണ്ടി നീ തിന്നരുത്. ഞങ്ങളുടെ തടിമിടുക്കന്മാർക്ക് തിന്നാൻ കൊണ്ടുവന്ന പഴക്കൊല കണ്ടിട്ട് തുമ്പിക്കൈ നീട്ടുന്നത് അതിലും ചറ്റത്തരവാടാ തെണ്ടി. ഇനി കൊടിവരെ ഞങ്ങൾ കൊണ്ടുവരും, ഉത്സവം ഞങ്ങൾ നടത്തും, മാനശ്ശേരിക്കാരി നടത്തും. എങ്കിൽ നടത്തി നോക്കടാ. കഴിഞ്ഞ ഉത്സവത്തിന് 3 ശവങ്ങളെ മണ്ണി വീണത് നീയും കണ്ടതല്ലേ. ഇത്തവണ ഞങ്ങൾ അത് 10 തയ്ക്കും. എങ്കിൽ ആ 10 പാലത്തറന്നായിരിക്കൂടാ. എന്നാ അത് നമുക്ക് കാണാവിടാ. നിനക്ക് കാണാൻ പറ്റൂലടാ. ആ 10 നിന്റെ ശവം ഉണ്ടായിരിക്കും. എങ്കിൽ ഉത്സവം വരെ കാക്കണ്ട, ഇപ്പൊ തന്നെ നോക്കാം. നോക്കി നിൽക്കാതെ ആനയെ വരക്കടാ. എന്താടാ? നമ്മുടെ ആന 15 പേരെ ആസ്പത്രിയിലാക്കി. ആ 15 പേരും താൻ പോയി ആ കരാട്ടക്കാരെയൊക്കെ ഒന്ന് ഉഷാറാക്ക്. ഉത്സവത്തിന് മാടശ്ശേരിക്കാരുടെ മുഴുവൻ നെഞ്ചിടിച്ച് കലക്കാനുള്ളതാ. എന്താ മുത്തശ്ശി ഇത്? മുത്തശ്ശിയും കരാട്ട പഠിക്കുക? ഇത് കരാട്ടല്ലടി, എനിക്ക് വലുവാ. എന്റെ വലുവ് കൂടി. എന്തൊരു മുടിഞ്ഞ വെച്ച അവന്മാരോട് ഒന്ന് നിർത്താൻ പറ. എടോ, ഉന്നമാണ് ഒരു പോലീസുകാരന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. ഉന്നത്തെ കുറിച്ച് മഹാകവികൾ വരെ പാടിയിട്ടുണ്ട്. ഉന്നം മറന്ന് തെന്നിപ്പറന്ന പൊന്നിങ്കിലാക്കളെല്ലാം. സാറേ, ഈ ഉന്നം നോക്കുമ്പോ ഒരു കണ്ണ് അടച്ചു പിടിക്കുന്ന എന്തിനാ? എടോ, 2 കണ്ണും അടച്ചു പിടിച്ചാ പിന്നെ വല്ലതും കാണും. അങ്ങേര് വെളുപ്പാങ്കാലത്തെ പൂജാമുറി കയറി വാതിലടച്ചതാ. പിള്ളച്ചേട്ടന് ദണ്ണമില്ലാതിരിക്കോ? നാളെയല്ലേ തമ്പി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുന്നത്. തമ്പി അദ്ദേഹം രക്ഷപ്പെട്ടു. എന്താ പറഞ്ഞത്? പിള്ളച്ചേട്ടാ, തമ്പി അദ്ദേഹം ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടു. പുതുക്കോട്ട ഭഗവതി, നീ എന്റെ പ്രാർത്ഥന കേട്ടൂലോ. അറിഞ്ഞാ പാലത്തറയിൽ ഗോവിന്ദമ്മക്കിൽ ഫോൺ വിളിച്ച് ഈ ഉത്സവത്തിന് മാടശ്ശേരി തമ്പി വരുന്നുണ്ടെന്ന് പാലത്തറക്കാരോട് പകരം ചോദിക്കാൻ. എങ്കിൽ ഈ തവണത്തെ ഉത്സവം അതിഗംഭീരമാകും.
വാൾവീശി ചേർന്ന് മാറി ഇടപുറം കൊണ്ട് ചാടി വീണ് വലപ്പുറം കൊണ്ട് ചാടി വെട്ടി കേറി അടിവാളിന് വീശി പണ്ടാലിറങ്ങാൻ ഉയരം പൊങ്ങി മാറി സർപ്പനിലയിൽ വാൾവീശി ഗജമുഖം കൊണ്ടെടുത്ത് ഗുരുക്കളെ ഇതാ ചിക്കൻ ഫ്രൈ. ചാടി വെട്ടി. എടാ തീറ്റ കാണുമ്പോ അഭ്യാസം മറക്കരുത്. തുടരട്ടെ. വിശന്നിട്ട് വയ്യ. അവരും കഴിച്ചോട്ടെ ഗുരുക്കളെ. ഏയ് പാടില്ല, ഇനിയും തെളിയാനുണ്ട്. നെയ് കണ്ണാകണം. ഇടത് വെട്ടി വലത് വെട്ടി ഇടം നോക്കി പൂഴിക്കടകൻ. ഇതാരാ കോഴിക്കടകൻ? പൊരിച്ച കോഴിലാട്ടാ ചെറ്റ പൂഴിക്കടകൻ കളിക്കുന്നത്. ഒഴിഞ്ഞു മാറി കടകം മറിഞ്ഞ് മറിഞ്ഞു വെട്ടി ഇരുന്ന് വെട്ടി. ഇരുന്ന് വെട്ടി കിടന്ന് വെട്ടി 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 വിഴുങ്ങിയിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? വന്നപ്പോ ഞാഞ്ഞൂല് പോലെ ഇരുന്നതാ, ഇപ്പൊ ശീമപ്പന്നി പോലെ കൊഴുത്തു. കളരി മാത്രം കൊഴുത്തില്ല. അതെന്താ മുതലാളി അങ്ങനെ പറയുന്നത്? ഞാനും എന്റെ ശിഷ്യഗണങ്ങൾ കൂടിയല്ലേ വടംവലിയിൽ വിജയം കൊയ്ത് ഉത്സവം മാടശ്ശേരിക്ക് നേടി തന്നത്. ഓ ഞാൻ ആ പഴക്കൊലെ കൊണ്ട് വന്നില്ലായിരുന്നേ കാണായിരുന്നു. വെട്ട് വെട്ട് തേനക്കെട്ടുണ്ടാകാതെ നോക്കണം. ഉത്സവം അടുക്കാറായി, പോയി വെട്ടടോ. വെട്ടറ വെട്ട്. ബുക്ക് ചെയ്തല്ലോ. 10 ദിവസവും കലാപരിപാടികൾ ഉണ്ടായിരിക്കുമല്ലോ. ആ 10 ദിവസവും കലാപരിപാടികൾ ഉണ്ടാവില്ല. ആരെങ്കിലും വിളിച്ചാ വരുമോ? അത്രയ്ക്കും പ്രസിദ്ധാണല്ലോ ഇവിടുത്തെ കാര്യങ്ങള്. ഒന്നാം കട്ട. പിന്നെ താൻ എന്തോന്നല്ല താനാ പോയത്? ഒരു പരിപാടിയില്ലേ ഞാനൊരെണ്ണം നടത്തും. മനുഷ്യനെ ജീവനോടെ കത്തിക്കുന്ന മാജിക്കാ? അല്ല ശരിക്കും. ആരെ കത്തിക്കും? തന്നെ. വേറെ ആരെയും കത്തിച്ചാ പെട്ടെന്ന് കത്തില്ല. ഭഗവതി. സ്റ്റേജിലിട്ടാണോ മുതലാളി കത്തിക്കുന്നത്? കൂട്ടത്തിൽ നിന്നെയും കത്തിക്കും. കുച്ചമ്പി എന്താടാ കൊല്ലലും കത്തിക്കലും അല്ലാതെ വേറെ ഒന്നും നിന്റെ നാവിൽ വരില്ലേ? പിള്ളേ താൻ ഗീതുമോളെ കണ്ടുവോ? കണ്ടു. ഇത്തവണ ഉത്സവത്തിന് ഗീതുമോള് വരും. ഗീതുവിനോട് മാടശ്ശേരിയിലേക്ക് തന്നെ വരണമെന്ന് പറഞ്ഞില്ലേ? അതെന്തിനാ പ്രത്യേകം പറയുന്നത്? ഇതല്ലേ അവളുടെ വീട്. ഗീതുവിനെ പാലത്തറയിലേക്ക് കൊണ്ടുപോകുന്ന ആ പാലുണ്ണിയും ശ്രീധരനുണ്ണിയും പലയിടത്തും പറഞ്ഞതായിട്ട് അറിഞ്ഞു. ഏത് ഗോത്താഴത്ത് വേണേലും പറയട്ടെ, ഇത് വരുന്നത് ഇങ്ങോട്ട് തന്നെയാ. മറിച്ചാവണമെങ്കിൽ ഈ മാടശ്ശേരി കൊച്ചുതമ്പിയെ കൊല്ലണം. എന്റെ ഭഗവതി, ഇനി ഗീതുമോള് വരുമ്പോ എന്തൊക്കെ കുഴപ്പങ്ങളാണാവോ ഉണ്ടാവാൻ പോണേ. ഓ എന്റെ കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരു. അല്ല ഇറങ്ങണില്ലേ? ഇതാണാ വീട്? എന്താ ഇത് പോരെ? തൽക്കാലം ഇത് റിഹേഴ്സൽ കഴിഞ്ഞിട്ടാണോ ഫുഡ് കഴിഞ്ഞിട്ടാണോ റിഹേഴ്സൽ? ആദ്യം ഇങ്ങടെ ഇറങ്ങ്. ഇറങ്ങല്ലേ? കൂടുതൽ എന്താ പാമ്പാ? തബല. തവളയാ? തവളയല്ല തബല്ല. ഇതൊന്ന് പിടിച്ചേ. അതൊക്കെ അവനവൻ തന്നെ പിടിച്ചാ മതി. വന്നേ വാ. ആരടാ ഇയാള്? ഈശ്വര, അനർത്ഥങ്ങളൊന്നും കൂടാതെ ഇങ്ങ് എത്തിയല്ലോ, അത് മതി. അത് പിന്നെ ഞാനുള്ളപ്പോ നീ എന്തിനാ പേടിക്കണ എന്റെ ഭാനുമതി? അതായിരുന്നു എന്റെ പേടി. ആ പാലത്തറക്കാര് കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. എന്തുണ്ടാക്കാൻ? അവര് കയറി തടഞ്ഞപ്പോ ആരടാ ഈ പാലത്തറ എന്ന് ചോദിക്കാൻ ഞാൻ നാവ് വളച്ചതും ഇവര് കയറി അങ്ങ് ചോദിച്ചു. അല്ല, ആരാ ഇവരൊക്കെ? ഞങ്ങൾ പ്രഗത്ഭ ഗാതികർ ഗാനഭൂഷണം കൊച്ചിൻ പ്രദേശ്. ഞാൻ ഗാനഭൂഷണം ഗിരീഷ് കൊച്ചിൻ. ഞാൻ ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ. പക്ഷെ ഗാനഭൂഷണം പാസ്സായിട്ടില്ല, പിന്നീട് പാസ്സായി. ആ വരൂ, എല്ലാരും അകത്തേക്ക് വരൂ. നിക്ക് ആദ്യം ലേഡീസ് പോട്ടെ, അതിനുശേഷം ലേഡീസ് പോയിക്കോട്ടെ. അവര് പോയിക്കോട്ടെ. അതിനെന്താ? ഇനി വാ. ആള് കൂടുതലാ. വേഞ്ചില് ഫുഡ് തീരും. അബലയില് മുട്ടിക്കല്ലേ? നിങ്ങൾ എവിടേക്ക് ഈ പടച്ചു കയറണേ? നിങ്ങൾ ഇവിടെ അല്ല, അവിടെ. അവിടെയാണ് ഫുഡ്. ഇതാണ് നിങ്ങളുടെ മുറി. എങ്ങനെയുണ്ട്? തരക്കേടില്ല. AC ഒന്നും ഇല്ലല്ലേ? AC നിന്റെ അമ്മൂമ്മയുടെ. അമ്മൂമ്മയുടെ? ഇവിടത്തെ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് ഇന്നലെ AC കൊണ്ടുപോയിരിക്കുക. കൊണ്ടുവരുമല്ലേ? പിന്നെ റിഹേഴ്സൽ സമയമായി. ചേട്ടൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്യും. സംശയം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാ നേരത്തെ ഇങ്ങോട്ട് പോകുന്നത്? ബോട്ടിലാ വന്നത്. റോഡിലെ പോലെ ട്രാഫിക് ബ്ലോക്കും കട്ടറൊന്നും ഉണ്ടായില്ല. അതല്ല എന്റെ ചോദ്യം. പിന്നെ ഉത്സവത്തിന് ഇനിയും കുറെ ദിവസങ്ങളുണ്ടല്ലോ. ഇത്രയും നേരത്തെ നിങ്ങൾ എന്തിനാ ഇങ്ങടെ എഴുന്നള്ളിയെന്ന്? അത് മുഖ്യമായിട്ടും ഈ ശാപ്പാട്. 4 നേരവും ശാപ്പാടടിച്ച് ഇവിടുത്തെ പെണ്ണുങ്ങളെയും പഞ്ചായടിച്ച് നടക്കാനൊന്നും അല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അല്ല, ഞങ്ങളൊരു നാട്ടിൽ ചെന്ന ആ നാടുമായിട്ട് ബന്ധപ്പെട്ട കഥയാണ് പറയാറ്. അതിന് ചിലപ്പോൾ നേരത്തെ വരേണ്ടി വരും. റിഹേഴ്സൽ നോക്കണം, ഫുഡ് കഴിക്കണം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അല്ല, ഈ നാട്ടിൽ നിങ്ങൾ ഏത് കഥയാ പറയാൻ പോണേ? ഏതാ ഈ നാട്ടിലെ കഥ തന്നെ. ചേട്ടൻ പോയി ഫുഡ് അറേഞ്ച് ചെയ്യേ. കാതികനുമല്ല, കലാകാരനല്ല, പിന്നെ നിങ്ങൾ ആരാ? പോയി ഫുഡ് അറേഞ്ച് ചെയ്തോ. എന്ത് ഫുഡ് അറേഞ്ച്? വന്നപ്പോ തുടങ്ങിയുള്ള ഫുഡ് അറേഞ്ച്. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഒരു പെട്ടിയും 2 കുടവും കയ്യിലുണ്ടെങ്കിൽ എന്തു ആവാന്ന് വിചാരിച്ചോ? ഞാൻ ഇവിടുത്തെ കുശിരിക്കാരാണെന്ന് വിചാരിച്ചാ? അപ്പൊ അല്ലേ ചവിക്കുറ്റിയാൻ കളയും ഞാൻ. മലവെള്ളത്തിൽ ഒഴുകി വന്ന പട്ടിണി പിശാചികളാ ഇവര്. നാണക്കേടായി പോയി. ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് നമ്മളെ വെല്ലുവിളിച്ചിട്ട് അവന്മാര് പുല്ലുപോലെ അങ്ങ് പോയില്ലേ? നമ്മുടെ നേരെ ചൂണ്ടിയ കൈവെട്ടാൻ ഞാൻ ഓങ്ങിയതാ.
ചേട്ടൻ ഒരാൾ കാരണമാ. എടാ ശ്രീധരൻ ഉണ്ണി, എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല്? കുണ്ടി കുത്തി വീഴും. എടാ മരക്കഴുതേ, ഇത്രയും ധൈര്യം അവരിവിടെ വെറുതെ കാണിക്കില്ല. അതിലെന്തോ ഉണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിക്കണം. അവരാരാണെന്ന് അറിയണം. എന്നിട്ട് കൈയല്ല തല വേണേലും വെട്ടാം. ഇത് കുഞ്ഞന്മാരെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൽ എന്തോ കള്ളക്കളിയുണ്ട്. അല്ലെങ്കിൽ ഇവിടെ വന്ന് മാടശ്ശേരിക്കാരെ പോരിന് വിളിച്ചാൽ ആരെങ്കിലും ധൈര്യപ്പെടുവോ? അവന്മാരാരാണെന്ന് അറിഞ്ഞിട്ട് മതി എന്തെങ്കിലും തീരുമാനിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ആദ്യം ഊണ് കഴിക്കാം. അല്ല, ഊണ് കഴിച്ചിട്ട് സമാധാനമായിട്ടിരുന്ന് ആലോചിക്കാം. എങ്കിൽ ഊണ് കഴിച്ചിട്ട് ഒരു ഉറക്കവും കഴിഞ്ഞ് കാപ്പൂടിയും കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം. അതുകൊള്ളാം, ബെസ്റ്റ് ഐഡിയ. എടോ, ആ തെണ്ടികൾ രണ്ടും എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നും ഗീതുവുമായി അവർക്കുള്ള ബന്ധം എന്താണെന്നും അറിയണം. അതറിഞ്ഞിട്ടേ തനിക്ക് ഇവിടുന്ന് ജലപാനം പോലെ ഉള്ളൂ. മനസ്സിലായോ? കോടവയറ. കാര്യങ്ങളൊക്കെ ഇങ്ങനെയാവുമെന്ന് ഞാനും വിചാരിച്ചില്ല. അനിത ഇതൊക്കെ ഒപ്പിച്ചത്. പിള്ളച്ചേട്ട അവരൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉത്സവം വരെ ഒന്നിനും എടുത്തു ചാടാതെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളാം പറഞ്ഞേക്ക്. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുരിവാല് പിടിച്ചിട്ടില്ല. ഇവന്മാരെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവന്മാരിത് എവിടെ പോയി? അങ്ങനെയാ. നിർത്തടാ. ആരോട് ചോദിച്ചിട്ടാ നീ ഇതിനകത്ത് കയറി പറ്റിയത്? ആരോട് ചോദിച്ചിട്ടാ നീ എണ്ണത്തോണി കയറി കിടന്നത്? ആര് പറഞ്ഞിട്ടാടാ നീ ഇവനെ തിരുമുന്നത്? പറയല്ല, ആജ്ഞാപിക്കായിരുന്നു. ആര്? അങ്ങന്ന്. ഞാനോ? ചേട്ടനല്ല, അങ്ങന്ന്. കണ്ണി കണ്ടവന്മാരോട് സംസാരിച്ചോണ്ടിരിക്കാതെ വേഗം തിരുമ. അതെ, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എണ്ണത്തോണിലോട്ട് കയറി കിടക്കാൻ. അതെന്താ, നിനക്ക് വല്ല മാറാ രോഗം? ഇത് രോഗം മാറാനല്ല, സുഖ ചികിത്സയാ. സുഖ ചികിത്സയ്ക്ക് വരാ. ഇതെന്താ നിന്റെ അമ്മായിപ്പന്റെ വീടാ? അതെ, അമ്മായിയപ്പന്റെ വീട് തന്നെയാ. അയ്യോ, എനിക്ക് വീട് തെറ്റിയ? വീടൊന്നും തെറ്റിയിട്ടില്ല. ഈ കിടക്കുന്ന ആരാണെന്നറിയോ? സൂക്ഷിച്ചു നോക്ക്. ആരാ? ഇവിടത്തെ ഗീതുവിനെ കെട്ടാൻ പോണ ചെക്കൻ. ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്തിനാന്നാ കരുതിയേ? എന്തിനാ? പ്രേമിക്കാൻ. പ്രേമിച്ച് പ്രേമിച്ച് കല്യാണം കഴിക്കാൻ. എന്റെ ഭഗവതി, നീ ശരിക്കും കേട്ടോടാ? എന്റെ ഈ ഒറ്റ ചെവി കൊണ്ട് കേട്ടതാ. ഒറ്റ ചെവി കൊണ്ടോ? മറ്റേ ചെവി കേൾക്കില്ല. ഒരു ചെവിയാണെങ്കിലും ഇരു ചെവി അറിയാതെ കാര്യങ്ങൾ മുഴുവൻ ഞാൻ മനസ്സിലാക്കി. ഇത് കുഞ്ഞാ ചെറുക്കൻ കെട്ടാൻ പോകുന്നെന്നുള്ളത് നേരാ. പ്രേമാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അതോ കല്യാണവും കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞിട്ടില്ല. പ്രേമാണ് ഇപ്പൊ കുടുംബം കൊണ്ട് നിൽക്കുക. എങ്കിൽ കല്യാണം നമുക്ക് നടത്തി കൊടുക്കാം. എങ്കിൽ ഞാൻ പോയി മുഹൂർത്തം നോക്കിക്കട്ടെ. മുഹൂർത്തം നോക്കിച്ചോ? കല്യാണത്തിന്റെ അല്ല, അവന്റെ ശവദാഹത്തിന്റെ. കുഞ്ഞീഷ്ണ എന്തൊക്കെയാ പറയുന്നേ? ഒക്കെ ഞാൻ അറിഞ്ഞൂട്ടോ. എന്നോടൊന്നും വിളിക്കണ്ട. ആരാ ഇത് പറഞ്ഞത്? പുതുമണവാളൻ. പുതുമണവാളൻ. അതെ, പിള്ളച്ചേട്ടനോട് പറഞ്ഞത്. ബാനിച്ചേച്ചും പറഞ്ഞു നല്ല ചെറുക്കനാണെന്ന്. സെലക്ഷൻ മോശമായിട്ടില്ല, എനിക്ക് ഇഷ്ടായിട്ടോ. നീ ഇതെവിടെ പോയിരിക്കേ? നോക്കി, ആ ഗാനഭൂഷണങ്ങൾ കാണാതെ പൊക്കിയതാ. എങ്ങനെയുണ്ട്? ഇത് അവന്മാരെ പോലെ ഒന്നല്ല, നല്ല ശ്രുതിയാ. മണ്ണും കട്ട. അവന്മാരെ ഇങ്ങോട്ട് കെട്ടിയെടുക്കേണ്ടത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. ഇപ്പൊ അതിലൊരുത്തം വന്നിരിക്കുന്നത് എന്റെ നായരായിട്ടാ. നായരോ? എന്ന് വെച്ചാ എന്തുവാടി? ഹസ്ബൻഡ്. ആരോടും പറയരുത് ഈ പ്രേമത്തിൻ ജീവരഹസ്യം. ആരോടും പറയരുത് ഈ പ്രേമത്തിൻ ജീവരഹസ്യം. നമ്മുടെ വരവേതായാലും ഗംഭീരമായി. അവൾക്കിപ്പോ നമ്മളെ കുറിച്ച് നല്ല മതിപ്പായിരിക്കും അല്ലേ? നമ്മളെ കുറിച്ചല്ല, എന്നെ കുറിച്ച്. മതിപ്പ് മാത്രമല്ലടാ, അവക്കിപ്പോ എന്നെ വലിയ ഇഷ്ട. പക്ഷേ പുറത്ത് കാണിക്കാത്ത ടൈപ്പാ. ഇനി ആദ്യം അവളുടെ ബന്ധുക്കൾ ആരാന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. പിന്നെ നിന്റെ ഈ മുടിഞ്ഞ ജാടയും നമ്പരൊന്നും ഇവിടെ വേണ്ട. എടക്ക് എല്ലാവരും ഒന്ന് സോപ്പിട്ട് നിൽക്കണം. ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ പിന്നെ നീ കോടീശ്വരനാ. എന്ന് വെച്ചാൽ അവളുടെ പുറകെ വാലാട്ടി നടക്കാനൊന്നും എന്നെ കിട്ടില്ല. എത്ര വലിയ പണക്കാരി പെണ്ണാണെങ്കിലും ശരി, എന്റെ പെണ്ണ് എന്റെ ചൊൽപ്പടിക്ക് നിൽക്കണം. അല്ല, നിർത്താൻ എനിക്കറിയാം. ഗീതു, രാത്രി കാലങ്ങളിൽ ഇങ്ങനെ മഞ്ഞും കൊണ്ട് പുറത്തിറങ്ങി നടക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ലേ? പോയി കിടന്നുറങ്ങൂ. പോകാൻ. ആവശ്യമില്ലാത്ത കാര്യമൊന്നും താൻ അന്വേഷിക്കണ്ട. താനിങ്ങി വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. കുളമാക്കി കംപ്ലീറ്റ് നശിപ്പിച്ചപ്പോ നിനക്ക് തൃപ്തിയായില്ലേ? എടാ, കല്യാണം കഴിഞ്ഞതിന് ശേഷം നീ എന്ത് വേണോ ആയിക്കോ. അവളുടെ സ്വത്തടിച്ചു മാറ്റുകയോ അതിന്റെ പകരം എനിക്ക് തരികയോ എന്ത് വേണം ചെയ്തോ, ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. പക്ഷെ കല്യാണത്തിന് മുമ്പ് തേനെ, പാല്, ചക്കരെ
എന്നൊക്കെ വിളിച്ച് പുറകെ നടക്കണം. അതാണ്ടാ ലേഡി സൈക്കോളജി. പിന്നെ കൂടുതൽ കൊളാവുന്നതിന് മുമ്പ് പോയി പിണക്കം തീർക്കടാ. എങ്ങനെ എങ്ങനെ എങ്ങനെ? എന്തിനാ ഇപ്പൊ ഗീതുവിന്റെ വീട്ടുകാരെ പറ്റിയൊക്കെ അറിയണേ? എന്തിനാണെന്ന് ചേട്ടൻ അറിയായിരിക്കുമല്ലോ. ഗീതുവിന്റെ അച്ഛനും അമ്മയും ഇപ്പൊ ഇവിടെ താമസിക്കുന്നത്. ഞങ്ങൾക്ക് അവർ അത്യാവശ്യമായിട്ടൊന്ന് കാണണമല്ലോ. അല്ല, ചില ഫാമിലി മാറ്റേഴ്സ് ഒക്കെ സംസാരിക്കാനുണ്ട്. തീരുമാനിക്കാനും. രണ്ടാളെയും കാണാൻ പറ്റില്ല. ഗീതുവിന്റെ അമ്മ മരിച്ചിട്ട് 10-11 കൊല്ലായി. ഗീതുവിന്റെ അച്ഛനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മാടശ്ശേരി തമ്പി. അയാളെ കാണിച്ചു കൊടുത്താ ഗവൺമെന്റിൽ നിന്ന് 50,000 രൂപ കിട്ടും. കൊലക്കുറ്റത്തിന് തൂക്കി കൊല്ലാൻ വിധിക്കപ്പെട്ട ആളാ ഇപ്പൊ ജയിലിൽ ചാടി. കഷ്ണം കഷ്ണമായി കൊത്തി നുറുക്കി പുഴയിലേക്ക് എറിഞ്ഞു. ആരെയാന്നറിയോ? ഇല്ല. ഇതുപോലൊരു കഥയുമായി വന്നവനെ. കഥാപ്രസംഗക്കാരനെയാ? അവൻ പറഞ്ഞത് കഥാപ്രസംഗല്ല, അധിക പ്രസംഗ. മാടശ്ശേരി തമ്പിയുടെ മകനാണെന്നും പറഞ്ഞ അവൻ വന്നത്. തമ്പി അദ്ദേഹം ആദ്യ സ്നേഹത്തിൽ പറഞ്ഞു, പിന്നെ വരട്ടി. അവൻ പോയില്ല, അവസാനം അവനെ കൊന്നു. എന്റെ ബ്രേക്ക് ഇട്ട് വണ്ടി വാ. പക്ഷെ കൊന്നത് മാടശ്ശേരി തമ്പി അല്ലാന്നും ആരൊക്കെയോ ചേർന്ന് ചതിച്ചതാണെന്നാണ് പലരും പറയുന്നത്. ഞാനും അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. തമ്പി ആരെയും കൊല്ലില്ല, അത് എനിക്കറിയാം, നല്ല പോലെ അറിയാം. 10-15 കൊല്ലം ഞാൻ അയാളുടെ കണക്കപ്പിള്ളി. തമ്പിയെ ചതിച്ചത് പാലത്തറക്കാരാണെന്നാ പറയണേ. പക്ഷെ തമ്പി കോടതിയിൽ കുറ്റം സമ്മതിച്ചു. എന്തിനാ? പിന്നെ ജയിലിൽ ചാടി. അതെന്തിനാ? ഈ ഉത്സവത്തിന് തമ്പി അദ്ദേഹം എത്തൂന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തിനാ? എന്തിനാ? ഉത്സവം കാണാനല്ല. പിന്നെ ചതിച്ചവന്മാരോടൊക്കെ പകരം ചോദിക്കാൻ. അതാരാണെന്നറിയോ? അറിയില്ല. എനിക്കും അറിയില്ല. ഇതിന്റെ ഇടയിൽ പ്രേമെന്നും കല്യാണമെന്നും പറഞ്ഞ് നടന്നാൽ കല്യാണം നടക്കില്ല, നിങ്ങളും നടക്കില്ല. അതെന്താ? പിച്ച വെച്ച് നടന്ന കുഞ്ഞിക്കാലുകൾ രണ്ടും അവര് വെട്ടിയെടുത്താ പിന്നെ പിച്ച എടുക്കാൻ പറ്റൂടാ തെണ്ടി പട്ടികളെ. നമ്മളിപ്പോ എവിടെ നിന്ന് വന്നേ? ഞാൻ അവിടുന്ന് എവിടെ വന്നത്? എന്നെ വഴിതെറ്റിക്കാൻ നോക്ക വൃത്തികെട്ടവന്മാര്. ഈ കോങ്ങണിന് പ്രാന്തമുണ്ടോ? എത്ര നേരം വെച്ചാൽ ഇങ്ങനെ കാത്തിരിക്കണം? ഈ ഏരി മുഴുവൻ നല്ല മൂർക്കം പാമ്പുള്ള സ്ഥലമാണ്. ഇങ്ങനൊരു പേടിത്തൂറി. എടാ, മനുഷ്യനായ കുറച്ച് ധൈര്യം വേണം. വാ പോവാ. ആശാനെ വന്നുണ്ട്. അയ്യോ ബാബോ, പാമ്പല്ല ആശാനെ, അവന്മാരില്ലേ വന്നത്. കല്യാണം കഴിഞ്ഞാൽ എനിക്ക് കിട്ടാൻ പോണ സ്ഥലമൊക്കെ വേണമെങ്കിൽ നോക്കിക്കൂടാ. കല്യാണം കഴിഞ്ഞാൽ നിനക്ക് തെങ്ങിക്കേരെങ്കിലും ജീവിക്കാം. അവന്മാര് ദേ എത്തിപ്പോയി ആശാനെ. എത്തട്ടടാ എത്തട്ടെ. ഇടിവെട്ടേറ്റ തെങ്ങ് കണ്ട നിന്റെ തല പോലെ. എന്നിട്ടും ഞാൻ പറഞ്ഞൊക്കെ തെറ്റാ. എന്ത്? അതല്ലടാ. പിന്നെ അത് അതൊന്നുമല്ലേ. കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരു. ഹലോ, ഇതാ ചരിത്രനാളത്തിന്റെ ആൾക്കാരല്ലേ? ഇവര് തെയ്യത്തിന്റെ ആൾക്കാരാ. ഓ, അത് ശരി. ഉത്സവത്തിന് വന്നാ? ഹലോ, നിങ്ങളുടെ പരിപാടി കഴിഞ്ഞിട്ടാണോ ഞങ്ങളുടെ? അല്ല, ഞങ്ങളുടെ കഴിഞ്ഞിട്ടാണോ നിങ്ങളുടെ? ആദ്യം ഞങ്ങളുടെ പരിപാടി. തൈര് കലക്കണ സാധനം ഇതാണ്. അത് ഇത് വെച്ച് എങ്ങനെ കലക്കുന്നത്? എന്താ ഇതിന്റെ മെത്തേഡ്? മെത്തേഡ് ഈസി. ആദ്യം ഇങ്ങനെ പിടിക്കണം. ഇത് തൈര് കലക്കാനുള്ളതല്ല. പിന്നെ പിന്നെ നെഞ്ച് കലക്കാനുള്ളതാണ്. ഓടിക്കോ. ആരാടാ ഇവരെ അടിച്ചത്? ഇയാളെന്റെ കണ്ണിലിട്ട് കുത്തി. ഇവനെന്റെ താരക്കെട്ട് ചവിട്ടി. അത്രയ്ക്കായോ? ഞങ്ങളാണ് ആദ്യം ഇവരെ ഓടിച്ചോണ്ട് വന്നത്. അതുകൊണ്ട് ആദ്യത്തെ അടിക്കുക അവകാശം ഞങ്ങൾക്കാ. കരാട്ടയിൽ അങ്ങനെ ഒരു നിയമമില്ല. മുന്നിൽ കിട്ടിയാൽ ആദ്യം അടി ഞങ്ങൾക്കാ. എങ്കിൽ നിങ്ങൾ മുന്നിൽ നടി, ഞങ്ങൾ പിന്നിൽ നടിക്കാം. പിന്നെ സൈഡിലും കൂടെ ആരെങ്കിലും അടിക്കും. അറിയടാ. പ്രേമിക്കാൻ നീ ആര് മോനെ? പ്രേം ചോപ്രയോ? മാടശ്ശേരിയിലെ പെണ്ണിനെ പ്രേമിച്ചാൽ പ്രേമിക്കുന്നവന്റെ പ്രേതം ഗതി കിട്ടാതെ ഇവിടെ അലഞ്ഞു നടക്കും. ഒന്ന് മനസ്സിലാക്കി കൊടുക്കടാ. നല്ലോണം ഞെരിക്ക്. പിടിക്കടാ. അവനെയല്ല എന്നെ. അവനെ പിടിക്കോ.
നിനക്ക് പാലത്തറയിലെ പെണ്ണിനെ കെട്ടണോ? എന്നാലേ കെട്ടിച്ച് തരാവടാ. വർഗീച്ചേട്ടോ, എന്താ വർഗീച്ചേട്ടാ? അടി അടി പൊരിഞ്ഞടി. ഓടിവാ ഓടിവാ. പ്രേമിക്കണല്ലടാ. പ്രേമിക്കാതെ നിനക്ക് ഉറക്കം വരൂല്ലേ? എന്ത് ഭ്രാന്തായി കാണിക്കണേ? അവരെ വിട്, അവരെ വിട്. അവര് പ്രേമിക്കാനും കല്യാണം കഴിക്കാനും വന്നതല്ല. അവര് കഥാപുസ്തകക്കാര് അല്ല. ഞങ്ങൾ പ്രേമിക്കാൻ തന്നെ വന്നതല്ല. കഥാപുസ്തകക്കാര്. അതെ, ഞങ്ങൾ ഉത്സവത്തിന് കഥ പറയാൻ വന്നതാ. ജ്ഞാനഭൂഷണം കൊച്ചിൻ കേട്ടില്ലേ? നിന്റെ ചെണ്ടിയും പപ്പടം ഞാൻ ഉത്സവത്തിന് കഥ പറയാൻ വന്നാണ്. എന്തിനാടാ ഇത്ര നേരത്തെ വന്നത്? അടിയടാ. എന്തിനാടാ ഗീതയോടൊപ്പം വന്നത്? അത് പിന്നെ മാളികപ്പുരയെ താമസിച്ചെന്തിനാടാ? അത് ഫുഡ്. അവരങ്ങനെയാ. ഏത് നാട്ടിൽ ചെന്നാലും അവിടെ ഇരുന്നേ കഥ എഴുതൂ. അവിടുത്തെ കഥയെ പറയൂ. വായി തുറന്ന് പറയൂ. അതെ, ഞങ്ങൾ ഈ നാട്ടിലെ കഥ ഈ നാട്ടിലിരുന്നാണ് നേരത്തെ വന്നത്. ഈ നാട്ടിലെ കഥയോ? ആരെപ്പറ്റി കഥ എഴുതാനാടാ നീ വന്നത്? മാടശ്ശേരി തമ്പിയെ പറ്റി. അതെ, മാടശ്ശേരി തമ്പിയുടെ കഥയാ ഞങ്ങളോട് പറയാൻ പോകുന്നത്. മാടശ്ശേരി തമ്പിയുടെ മകനാണെന്ന് പറഞ്ഞ ഒരുത്തരോട് വന്നില്ലേ? എവിടെ നിന്ന് വന്നു? അവനെ കൊന്നില്ലേ? ആര് കൊന്നു? മാടശ്ശേരി തമ്പിയെ ചതിച്ചവന്മാരാര്? ഈ ഉത്സവത്തിന് മാടശ്ശേരി തമ്പി പകരം വീട്ടാൻ വരുമെന്ന് അറിയിച്ചിട്ടില്ലേ? ആരോട് പകരം വീട്ടാൻ? ഇതാണ് ഞങ്ങളോട് പറയാൻ പോകുന്ന കഥ. ഇനി ആർക്കാണ് ഞങ്ങളെ തല്ലേണ്ടത്? വാ, വന്ന് തല്ലേ. മാടശ്ശേരി തമ്പിയെ ചതിച്ചവന്മാരാരാന്ന് വെച്ചാ വന്ന് തല്ലടാ. വന്ന് തല്ലടാ.